കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായി. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാനുള്ള ശ്രമത്തിലാണ് പ്രോസിക്യൂഷൻ. അപ്പീലിന് സർക്കാർ അനുമതി ലഭിച്ചതോടെ ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്ന് ശുപാർശയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകൾ അവഗണിച്ചത് നിലനിൽക്കാത്ത കാരണം ചൂണ്ടിക്കാട്ടിയാണ്. സുതാര്യമായ വിചാരണ നടന്നില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്നും അപ്പീലിൽ ഉന്നയിക്കും. ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 5ഉം 6ഉം പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിജീവിതയെ അപമാനിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. From our side, any victim is absolutely sacred to us. We take strong action. ആരെങ്കിലും വിക്ടിമിനെ അപകീർത്തിപ്പെടുക അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ സ്ട്രോങ് ആക്ഷൻ സ്വീകരിക്കുന്നതാണ്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.